വ്യൂവേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് ടയർ 1 എക്സാം കഴിഞ്ഞു. ടയർ 1ന്റെ റിസൾട്ട് വന്നു. അപ്പോൾ ടയർ 2ന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എന്നത്തേക്കായിരിക്കാം IB SA ടയർ 2 എക്സാം ഡേറ്റ് വരുന്നത്? നമ്മുടെ സ്റ്റുഡൻസിന് ആണെങ്കിലും എല്ലാവരുടെയും ഡൗട്ടാണ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നത്തേക്കാണ് ടയർ 2 എക്സാമിന്റെ ഡേറ്റ്? അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഏകദേശം ടയർ 2 എക്സാമിന്റെ പോസിബിൾ ഡേറ്റ്സ് എന്താണ്, എന്നത്തേക്കായിരിക്കാം ടയർ 2 എക്സാം വരുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സോ IB SA ടയർ 1 ടയർ 2 നോക്കുന്നതിന് മുൻപ് ടയർ 1ന്റെ ഡേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ടയർ 1 എന്നായിരുന്നു. അപ്പൊ IB SA എക്സാമിന് തൊട്ട് മുൻപ് നടന്നതാണ് IB ACIയുടെ എക്സാം. അപ്പൊ ACIയുടെ എക്സാമിന്റെ ടയർ 1 നടന്നത് സെപ്റ്റംബർ 16, 17, 18 തീയതികളിലാണ്. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ACIയുടെ എക്സാമിന് ശേഷമാണ് SA എക്സാം വന്നത്. നിങ്ങൾ ആ ഒരു ഡേറ്റ് നോക്കിയാൽ അറിയാം. 18 സെപ്റ്റംബർ 18 ACIയുടെ ഡേറ്റ്, 3 ദിവസത്തെ എക്സാം ആയിരുന്നു. 18 എക്സാം കഴിഞ്ഞു. അതിനുശേഷം 29 സെപ്റ്റംബർ 29, 30 ദിവസങ്ങളിലായിട്ടാണ് SAയുടെ ടയർ 1 എക്സാം നടന്നത്. അതായത് ഫസ്റ്റ് എക്സാം ACIOയും IB SAയും തമ്മിൽ 11 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ? 11 ദിവസം കഴിഞ്ഞിട്ടാണ് SAയുടെ എക്സാം. സോ ഒരു ടയർ 1ന്റെ എക്സാം ഗ്യാപ്പ് പോലെ ഏകദേശം 11 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു രണ്ട് എക്സാമുകളും തമ്മിൽ. അതേ ഒരു ഗ്യാപ്പ് നമുക്ക് ടയർ 2 എക്സാമിനും പ്രതീക്ഷിക്കും. അതായത് ACIയുടെ എക്സാം കഴിഞ്ഞ് അതിനുശേഷം മാത്രമേ SAയുടെ എക്സാം എന്തായാലും വിളിക്കുള്ളൂ. സോ ACIയുടെ ടയർ 2 എന്നത്തേക്കായിരിക്കും വരിക? അപ്പൊ ACIയുടെ ടയർ 2ന് രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. കാരണം ഇപ്പോ ഡിസംബർ ആയല്ലേ, സെപ്റ്റംബറിലാണ് എക്സാം നടന്നത്. സെപ്റ്റംബർ പകുതി കഴിഞ്ഞിട്ടാണ് എക്സാം നടന്നത്. അപ്പൊ ഇപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം 3.5 മാസം കഴിഞ്ഞു. സോ ഈ 3.5 മാസം കഴിഞ്ഞ് ഉടനെ എന്തായാലും നാളെ മറ്റന്നാളൊന്നും ACIയുടെ എക്സാം വരില്ല. അപ്പൊ ഈ എക്സാമിന് മുന്നേ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ ഇനിയൊരു ഇപ്പോ ഡിസംബർ എൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ജാനുവരി ആദ്യത്തോട് കൂടി, അതായത് ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ACIയുടെ എക്സാമിന് ചാൻസ് ഉണ്ട് അല്ലെ? ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ACIക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ ACIയുടെ ടയർ 2ന് രണ്ട് സാധ്യതകളാണ് നമുക്കുള്ളത്. ACIയുടെ ടയർ 2ന് ഒന്നെങ്കിൽ അത് ജാനുവരി ഒരു ഫസ്റ്റ് വീക്കോട് കൂടി, അതായത് ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരു 4-5 കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്ക് എൻഡോട് കൂടിയിട്ട് നമുക്ക് ACIയുടെ ടയർ 2 പ്രതീക്ഷിക്കാം. ഫസ്റ്റ് വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ജാനുവരി പകുതി കഴിഞ്ഞിട്ട് അല്ലെ? ഇപ്പൊ എൻഡായി, അപ്പോൾ ഒരു പകുതി കഴിഞ്ഞ് എന്തായാലും നോട്ടിഫിക്കേഷൻ എക്സാമിന്റെ വരണം. സോ അങ്ങനെയാണെങ്കിൽ ഒരു മിഡ് ജാനുവരി, അതായത് സെക്കൻഡ്, തേർഡ് വീക്കിൽ നമുക്ക് ACIയുടെ എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ജാനുവരി ഒരു മിഡോട് കൂടിയിട്ട് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ജാനുവരി മിഡോട് കൂടിയിട്ട് നമുക്ക് ടയർ 2 എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ACIO എക്സാം കഴിഞ്ഞ് ഏകദേശം 10 മുതൽ 11 അത്രയും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും SAയുടെ എക്സാം. അപ്പൊ ആ ടയർ 1ൽ ഗ്യാപ്പ് പോലെ നോക്കുകയാണെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്കിൽ ACIO എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പിൽ ഏകദേശം ജാനുവരി ഒരു 15-20 എന്താണ് 15-20 ആ ഒരു ഡേറ്റിനകത്ത് നിങ്ങളുടെ SAയുടെ ടയർ 2 സ്റ്റാർട്ട് ചെയ്യും അല്ലെ? IB SAയുടെ ടയർ 2 ജാനുവരി 15-20 ആ ഒരു പോസിബിൾ ഡേറ്റിൽ, ജാനുവരി ഫസ്റ്റ് വീക്കിൽ ACIയുടെ ടയർ 2 നടക്കുകയാണെങ്കിൽ ഒരു 15-20 ഇടയിലായിട്ട് SAയുടെ ടയർ 2ന് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ പോസിബിലിറ്റി, അതായത് മിഡ് ജാനുവരിയിലാണ് ACIയുടെ ടയർ 2 നടക്കുന്നതെങ്കിൽ അപ്പൊ അത് കഴിഞ്ഞൊരു 10-15 മാക്സിമം പോയ 15 ദിവസം കഴിഞ്ഞിട്ട് SAയുടെ എക്സാം കാണും. അങ്ങനെയാണെങ്കിൽ ജാനുവരി എൻഡോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ IB SAയുടെ എക്സാം കാണാം, SA ടയർ 2ന്റെ എക്സാം. അപ്പൊ രണ്ട് പോസിബിലിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ ജാനുവരി പകുതി കഴിഞ്ഞ് എൻഡ് ആവാറാകുമ്പോൾ ഒരു 15-20 SAയുടെ എക്സാം ആയിരിക്കും. അല്ലെങ്കിൽ ജാനുവരി എൻഡ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് SAയുടെ ടയർ 2 എക്സാം. അപ്പൊ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ഡേറ്റിന് ഒരു 8-10 ദിവസം മുൻപ് നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഇന്നാണ് എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ എന്തായാലും നമുക്കൊരു
സെക്കൻഡിനാണ് കൂടുതൽ പോസിബിലിറ്റി എന്ന് തോന്നുന്നു അല്ലെ. നിങ്ങൾ തന്നെ ഈ ഒരു ഡാറ്റ വെച്ച് നോക്കിയാൽ അറിയാം ജാനുവരി എൻഡോടുകൂടി അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടു കൂടി IB ടയർ 2ന്റെ SA സെക്യൂരിറ്റി അസിസ്റ്റന്റ് ടയർ 2ന് ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ ജാനുവരി പകുതി കഴിഞ്ഞ് 20ഓടുകൂടി എക്സാം ഉണ്ട് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ടയർ 2ന് വേണ്ടി SA ടയർ 2ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കറിയാം SA ടയർ 2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ 50 മാർക്കിനുള്ള എക്സാം ആണ്. 50 മാർക്കിൽ 20 പാസ് മാർക്ക് മാത്രം മതി. അതും ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, തിരിച്ച് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ മാത്രമാണ് SAയുടെ ടയർ 2 എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴേ നിങ്ങളുടെ ജാനുവരി 20ഓടുകൂടി എക്സാം ഉണ്ടെന്നുള്ള രീതിയിൽ ട്രാൻസ്ലേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. പാസേജസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, വൊക്കാബുലറി ഫുള്ള് ഊന്നൽ കൊടുക്കുക, ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതേപോലെ ബാക്കി കൊട്ടേഷൻസ് ഒക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇനി ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് വേണം. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല. ഒരു എക്സ്പേർട്ട് ഗൈഡൻസ്, ഒരു 1-to-1 ഗൈഡൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെ. സോ നമ്മുടെ ട്രാൻസ്ലേഷൻ IB ടയർ 2ന്റെ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. IB ടയർ 2 ട്രാൻസ്ലേഷൻ മാത്രമല്ല, ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരെ നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സസ് കറന്റ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എക്സ്പേർട്ട് ഗൈഡൻസോട് കൂടി അല്ലെങ്കിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ട്രാൻസ്ലേഷൻ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിങ്ങൾ തന്നെ ഓട്ടോ ആയിട്ട് നിങ്ങൾ ഒരു ഫസ്റ്റ് 2 ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഓട്ടോ ആയിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാകത്തിൽ നിങ്ങളെ സജ്ജരാക്കുക, നിങ്ങളെ സെറ്റ് ആക്കുകയാണ് ചെയ്യുക. സോ എന്തായാലും കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ ഒരു വാട്സപ്പ് ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അപ്ഡേഷൻസ്, വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും നിങ്ങളുടെ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്